രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ വീട്ടിലെത്തിച്ച് പരിശോധന നടത്തുകയാണ്. ലാപ്ടോപ്പ് കണ്ടെത്താനാണ് പോലീസ് പൗടിക്കോണത്തെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ലെന്ന് രാഹുൽ ഈശ്വർ വിളിച്ചു പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. RB സനൂപ് വിവരങ്ങളുമായി ചേരുന്നു. സനൂപ്, എത്ര സമയമായി പരിശോധന തുടങ്ങിയിട്ട്? അജിംസ്, കഴിഞ്ഞ അരമണിക്കൂറായിട്ട് രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തുള്ള വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. ഈ പരാതിക്കാർക്കെതിരായിട്ടുള്ള വീഡിയോ തയ്യാറാക്കിയ ലാപ്ടോപ്പ്, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒക്കെ തന്നെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. അതിനിടയിൽ ഈ പരിശോധന നടക്കുന്നതിന് ഈ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ രാഹുൽ ഈശ്വർ ഒരു കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു. തന്നോട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വീഡിയോ ചെയ്യരുത് എന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ താൻ ഇനിയും വീഡിയോ ചെയ്യും എന്നുള്ള ആവർത്തനമാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ഇനിയും താൻ ഈ വീഡിയോ ചെയ്യും എന്നുള്ള കാര്യം പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ തന്നെ രാഹുൽ ഈശ്വർ പറയുകയാണ്. നിലവിൽ ഈ അതിജീവിതക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിൽ 5ാം പ്രതിയായിട്ടാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇന്ന് ഈ ഇലക്ട്രോണിക് തെളിവുകളടക്കം പോലീസ് കണ്ടെടുത്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ ഒരു അല്പസമയം മുമ്പ് ഒരാൾ ലാപ്ടോപ്പ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വസ്തു കവറിലിട്ട് ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്പാണോ എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ട പരിശോധനയിൽ പോലീസിന് ഇവിടെ നിന്ന് കാര്യമായിട്ടൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. അതിനുശേഷമാണ് ഈ ലാപ്ടോപ്പ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വസ്തു ഒരാൾ ഇവിടെ ഈ വീട്ടിലേക്ക് ഇപ്പോൾ പോലീസ് പറഞ്ഞതിന് ശേഷം എത്തിച്ചത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പരിശോധന ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഇന്നലെയാണ് ഈ സൈബർ പോലീസ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഈ അതിജീവിതക്കെതിരെ വീഡിയോ ചിത്രീകരിച്ചു സൈബർ ആക്രമണം നടത്തി അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന രീതിയിൽ വിവരങ്ങൾ പുറത്തുവിട്ടു, സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു, അതേപോലെ ലൈംഗിക ചുവയോട് സംസാരിച്ചു തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. ആദ്യഘട്ടത്തിൽ പോലീസ് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയതെങ്കിലും രാത്രിയോടുകൂടി കൂടുതൽ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചുമത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പാണ് രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തുള്ള യാഗ് എന്ന വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ആരും ഇല്ലായിരുന്നു പോലീസ് രാഹുൽ ഈശ്വറിനെ കൊണ്ടുവരുന്ന സമയത്ത്. അതിനുശേഷം ഭാര്യ ദീപ രാഹുൽ എത്തിയാണ് വീട് തുറക്കുകയും പോലീസ് രാഹുൽ ഈശ്വറുമായിട്ട് ഇവിടേക്ക് പോവുകയും ചെയ്തത്. ആ സമയത്താണ് ഇനിയും താൻ വീഡിയോ ചെയ്യുമെന്നുള്ള കാര്യം രാഹുൽ ഈശ്വർ ആവർത്തിച്ചത്. പോലീസ് തന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വീഡിയോ ഇനി ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ താൻ അതിന് വഴങ്ങില്ല. താൻ ഇനിയും ഈ വീഡിയോ ചെയ്യുമെന്നുള്ള കാര്യം ആവർത്തിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ. എന്തായാലും ഇപ്പോഴും ഇവിടുത്തെ പരിശോധന തുടരുകയാണ്. RB സനൂപാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സനൂപ്, ഈ ലാപ്ടോപ്പ് ഇതുവരെ കണ്ടെത്തിയില്ലേ? അജിംസ്, നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരപ്രകാരം ലാപ്ടോപ്പ് തോന്നിപ്പിക്കുന്ന ഒരു വസ്തു അല്പസമയം മുമ്പാണ് ഒരാൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആദ്യഘട്ട പരിശോധനയിൽ ലാപ്ടോപ്പോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. അതിനുശേഷമാണ് രാഹുൽ ഈശ്വറിനോട് ചോദിച്ചിട്ട് ഇത് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഉറപ്പിച്ചതിന് ശേഷമായിരിക്കാം ഒരുപക്ഷേ ഈ മറ്റൊരാൾ ഈ ലാപ്ടോപ്പ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വസ്തു കവറിനുള്ളിലാക്കി ഇവിടേക്ക് എത്തിച്ചത്. പിന്നെ ഇപ്പോൾ അത് തന്നെയാണോ ഇതിലെ ലാപ്ടോപ്പ്, അത് തന്നെയാണോ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിച്ച സാധനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോലീസിന് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് രാഹുൽ ഈശ്വറുമായിട്ട് പോലീസ് പുറത്തിറങ്ങിയ ശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ ഹാജരാക്കും. ഒരുപക്ഷെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ചുമത്തിയത് കൊണ്ട് തന്നെ കോടതിയിൽ ഈ കേസ് ശക്തമായിട്ട് തന്നെ പ്രോസിക്യൂഷൻ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇന്ന് ജാമ്യം കിട്ടുമോ ഇല്ലെന്നുള്ള കാര്യം എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ ശേഷമേ വ്യക്തമായിട്ട് പറയാൻ കഴിയുള്ളൂ. ഇപ്പോഴെന്തായാലും ഈ തെളിവെടുപ്പിന് വേണ്ടി ലാപ്ടോപ്പും അതേപോലെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പൗടിക്കോണത്തുള്ള വീട്ടിൽ ഈ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അജിം, RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്.